നമ്മുടെ ചുറ്റുമുള്ള പഞ്ചഭൂതങ്ങളുടെ ശക്തി ഇവിടെ ഒരുക്കൂട്ടിയിട്ട് അത് എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കുക. 7 വിളിപ്പാട് അകലയിലേക്ക് ആ ശക്തി പരക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വിവാഹത്തിന് ശേഷം കളരിയിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം തന്നെയാണ് ഗുരു. ഉപാസന മന്ത്രവും ദീക്ഷയൊക്കെ തന്നത് അദ്ദേഹം തന്നെയാണ്. 12 കളങ്ങളാണ് പരിചയ രൂപത്തിൽ, വാളും പരിചയ രൂപത്തിൽ വെച്ചാണ്. 12 ദേവതകളാണ് അതിൽ വന്നിരിക്കുക. എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ നീലിയായി എത്തി നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ് ദുർഗ. അപ്പോൾ ഇത്തരം ചടങ്ങുകളിൽ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു അനുഭവം അല്ലെങ്കിൽ ആ അനുഭൂതി എങ്ങനെയാണ് ദുർഗ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അഭ്യാസ പ്രകടനം കണ്ടപ്പോഴും പൂജാ രീതികൾ കണ്ടപ്പോഴും നമ്മളിത് ഇന്ന് വരേക്കും എവിടെയും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ പോലും അവർക്ക് പോലും വ്യക്തമായ അറിവില്ല.